കൂട്ടുകാരാണ്. നാരായണൻകുട്ടി, മണികണ്ഠൻ, മുൻഷി രഞ്ജിത്ത്, ഇവിടെയുള്ള പല ആർട്ടിസ്റ്റുകളും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു രസകരമായ ഒരു സംഭവമാണ്. നല്ല ലൊക്കേഷനാണ്. വയനാടാണ് ലൊക്കേഷൻ അല്ലേ സതീഷ്? വയനാടാണ് ലൊക്കേഷൻ. അത് എൻ്റെ ഭാര്യ വീട് വയനാടാണ്. അപ്പൊ എനിക്ക് വീട്ടിൽ പോയിട്ട് വരാം. ഏതായാലും ഇതില് ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ എന്നെ ക്ഷണിച്ച സതീഷിനും ആ ക്രൂവിനും എന്റെ എല്ലാവിധ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ടോണിച്ചേട്ടൻ പറഞ്ഞാല് നല്ലൊരു കഥാപാത്രം, നാരായണൻകുട്ടി ചേട്ടൻ ടോണിച്ചേട്ടനൊക്കെ നല്ലൊരു കഥാപാത്രം കൊടുത്ത ഡയറക്ടറെ നന്ദി അറിയിച്ചു. ഇനി തരാനിരിക്കുന്ന നല്ലൊരു കഥാപാത്രം എനിക്ക് തരാനിരിക്കുന്നതിന്റെ നന്ദി ഞാൻ അഡ്വാൻസ് ആയിട്ട് കൊടുക്കട്ടെ. ഈ പൂജയ്ക്ക് എത്താൻ കഴിഞ്ഞതിലും ഈ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹത്തോടെ എത്തിയതിലും എല്ലാവിധ സന്തോഷവുമുണ്ട്. ഈ സിനിമയ്ക്ക് എല്ലാ നന്മകളും നേരുന്നു. എൻ്റെ ഫസ്റ്റ് പടം ദാദാ സാഹിബായിരുന്നു. അതിനുശേഷം ഒരു 10-60ഓളം സിനിമകൾ ചെയ്തു. സതീഷ് ബാബു വിജയനെ പരിചയപ്പെടുന്നത് ഒരു 22 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ സിനിമയിൽ വന്നിട്ട് 25 വർഷമായി. അപ്പൊ 3 വർഷത്തിന് 22 വർഷങ്ങൾക്ക് മുന്നേ പരിചയപ്പെട്ട വ്യക്തിയാണ് സതീഷ് മഞ്ചേരി. പക്ഷെ ഇതിനു മുന്നേ എപ്പോഴോ സംവിധായകനായി മാറേണ്ട ആളായിരുന്നു. പക്ഷെ അതിന് സമയവും സന്ദർഭം വന്നത് പെട്ടത്. അതുപോലെ റെയിൻബോ ടീമിലെ അംഗങ്ങൾ ഒരുപാട് പേരുണ്ട്. ആ റെയിൻബോ ടീമിലെ അംഗം കൂടിയാണ് ഞാൻ. എന്തായാലും ഈ സിനിമ നന്നായിട്ട് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രേക്ഷകരിലെത്തിക്കാനും ഉള്ള ഈ കൂട്ടായ്മ എന്നും ഉണ്ടാവട്ടെ. ഈ സിനിമ അതിഗംഭീരമായിട്ട് വിജയിപ്പിക്കാൻ. ശശി മണ്ണിയത്ത്, ഇദ്ദേഹത്തെ കുറച്ചു കാലങ്ങളായിട്ട് അറിയാം. നമ്മുടെ ഡോക്ടർ സതീഷ് ചേട്ടനെയും ഒപ്പം തന്നെ ഞാൻ എടത്തിയമ്മ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ പ്രമിത എടത്തിയമ്മ. എന്തായാലും ഓ പ്രേമ നല്ലൊരു വിജയത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇഡി എന്ന് പറയുന്നൊരു സിനിമയുടെ പ്രൊഡ്യൂസർ ആയിപ്പോയൊരു പ്രൊഡ്യൂസറാണ് ഞാൻ. എന്തായാലും സിനിമയുടെ അവസാന മിനുക്കുമണികളിലേക്ക് കടക്കുകയാണ്. എൻ്റെ മോനും അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. സതീഷ് 2011 മുതൽ സതീഷിനെ ഞാൻ അറിയാം. നോട്ടി പ്രൊഫസർ, എൻ്റെ നോട്ടി പ്രൊഫസർ എന്ന സിനിമ ഉണ്ടാവാൻ ഒരു കാരണക്കാരൻ സതീഷ് ബാബുവാണ്. അതിന് ഈ അവസരത്തിൽ ഞാൻ സതീഷിനോട് നന്ദി പറയുന്നു. ഏറ്റവും കൂടുതൽ സതീഷ് ചേട്ടനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ എന്നോട് പറയാറുണ്ട്, അവർ നോട്ടി പ്രൊഫസർ പോലുള്ള അവരുടെ ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം. അപ്പോൾ സതീഷ് ചേട്ടാ, പുതിയ സംരംഭം സംവിധാനമാണ്, അടിച്ചു പൊളിക്കുക, തകർക്കുക. ഓ പ്രേമയ്ക്ക് എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും, ക്രൂ മെമ്പേഴ്സ്, പിന്നെ എന്റെ സുഹൃത്ത് ശിവനും എല്ലാവർക്കും അടിപൊളിയാവട്ടെ സിനിമ. ഈ സിനിമ നല്ലൊരു വിജയമാക്കി തീർക്കാൻ വേണ്ടി ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ലക്കി ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. കാരണം എന്താ വെച്ചാല് എന്റെ അച്ഛന്റെ ആദ്യത്തെ സിനിമയിൽ ആ നായകനായി വരികയാണ്. വളരെ സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ നാരായണൻകുട്ടി സാറെ മകനായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. രാമു എന്ന പേരാണ് എന്റെ കഥാപാത്രത്തിൻ്റെത്. അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക. അപ്പോ ഈ ഓപ്രേമ എന്ന ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. എല്ലാവിധ ആശംസകളും.